ഇന്നെന്താണ് സ്റ്റീൽ പ്ലേറ്റിലൊക്കെ വിളമ്പുന്നത്? ഇപ്പൊ കുറച്ച് നാളായിട്ട് സ്റ്റീൽ പ്ലേറ്റില്ല. സാധാരണ ഇതങ്ങനെ പുറത്തെടുക്കാറില്ല. എല്ലാ സാധനവും ചൂടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓവനിൽ വെച്ച് ചൂടാക്കേണ്ടി വരും. അപ്പം നമ്മൾ വേറെ പാത്രത്തിലെടുക്കും. നല്ല അടിപൊളി കുത്തരി ചോറ്. ഫോർ എ ചേഞ്ച് അല്ലേ അച്ഛാ? ആണ്. ചോറ് മതിയോ? ചോറ് വേറെ ഒത്തിരി വേണ്ട. കാരണം ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ബസ്മതി അല്ലേ കഴിക്കുന്നത്, പെട്ടെന്ന് വയറ് നിറയും. നല്ല ബീൻസ് മെഴുക്ക് പുരട്ടി, ഫ്രോസൺ ബീൻസ് ആയിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, കുറച്ച് ബ്രോക്കോളി ഉണ്ട്, കുറച്ചേ ഉള്ളൂ, അത് നമുക്കങ്ങ് എടുക്കാം. പരിപ്പും സാമ്പാറും കൂടെ വേണോ? എനിക്ക് സാമ്പാർ കുതിരവിടെ, പരിപ്പ് നമുക്ക് പിന്നെ എടുക്കാം. പരിപ്പ് വേണ്ട, ഞാനത് പിള്ളേർക്ക് സാമ്പാർ എരിവായതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കിയത്. നല്ല കുറുകുറ എന്നുള്ള സാമ്പാറാണ് ഗൈസ്. വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ കുറച്ച് സാമ്പാർ ദേ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറും അവിയലും ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കറി ഒത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അധികം ബീഫ് ഞങ്ങൾ വാങ്ങിച്ചില്ല, കുറച്ചേ വാങ്ങിച്ചുള്ളൂ. എന്തെങ്കിലും ഒരു നോൺ വെജ് വേണമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങൾ മീനാണ്. അപ്പോൾ ഇന്ന് ബീഫ് ഉണ്ടാക്കാന്ന് വെച്ചു. ഈ ബീഫ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിനുശേഷം പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഫ്രൈങ് പാനിലോട്ടാക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അമേലിയായും ആഞ്ചലായും നന്നായിട്ട് കഴിച്ചു. ഫൈനലി ഞങ്ങളുടെ ഫേവറേറ്റ് നാരങ്ങ അച്ചാർ. ഇതുണ്ടേലേ ഒന്ന് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഗൈസ്. പ്രത്യേകിച്ച് ബീഫ് ഒക്കെ ഉള്ളപ്പോൾ നാരങ്ങ അച്ചാർ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? അതെ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. അമേലിയായും ആഞ്ചലായും അവർ കഴിച്ചു. അവർ സാമ്പാർ കൂട്ടിയില്ല, ഇച്ചിരി വറ്റൽമുളക് ഇട്ടുകൊണ്ട് എരിവുണ്ടായിരുന്നു. പരിപ്പും മെഴുക്കുവരട്ടി, തോരൻ, ബീഫ് ഇതെല്ലാം കൂട്ടിയാണ് അമേലിയായും ആഞ്ചലായും കഴിച്ചത്. അപ്പോൾ നമുക്ക് കഴിക്കാം.